പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ PMKSY പദ്ധതി പ്രകാരം ലഭ്യമായതിലൂടെ ഇവിടുത്തെ കർഷകർ വളരെയധികം ആവേശത്തിലാണ്. ആളുകൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ പൂർത്തിയാക്കാൻ നിങ്ങളുടെ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷകരമായ കാര്യം കൂടി ഇവിടെ എല്ലാവരുമായി പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക സമൃദ്ധിക്ക് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിലൂടെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കൈത്താങ്ങ്. കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവ് പകരുന്ന 2 പദ്ധതികൾ നാടിന് സമർപ്പിച്ചു. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായ് യോജന നീർത്തട ഘടകം പദ്ധതിക്ക് കീഴിൽ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ 12-13 വാർഡുകൾ നിർമ്മിച്ച കരുവാമ്പാറ തടയണ, ആര്യമ്പാക്ക് കുളം എന്നിവ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിവരുന്ന സമഗ്ര വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവ് പകരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലായി നടപ്പാക്കി വരുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന നീർത്തട ഘടകം പദ്ധതിക്കു കീഴിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഏജൻസിയായി ഒട്ടേറെ പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത്. കൃഷിക്കും കുടിവെള്ളത്തിനും പ്രാധാന്യം നൽകുന്ന പദ്ധതികളിലൂടെ കർഷകരെ കൃഷിയിലേക്ക് അടുപ്പിക്കുകയെന്നതാണ് PMKSY പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. PMKSY പദ്ധതിക്കു കീഴിൽ കീഴാറ്റൂർ പഞ്ചായത്തിലെ കാർഷിക മേഖലയായ 12-13 വാർഡുകളിൽ നിർമ്മാണം പൂർത്തീകരിച്ച കരുവാമ്പാറ തടയണ, ആര്യമ്പാക്ക് കുളം എന്നിവ കുടിവെള്ള ലഭ്യതയ്ക്കും പ്രയോജനപ്രദമാണ്. ജനപ്രതിനിധികൾ, കർഷകർ, പാടശേഖര സമിതി ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ കരുവാമ്പാറ തടയണയും ആര്യമ്പാക്ക് കുളവും ഉദ്ഘാടനം ചെയ്ത് നാടിനു സമർപ്പിച്ചു. കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ചെലവഴിക്കുമ്പോൾ കാർഷിക മേഖലയുടെ പുത്തനുണർവാണ് ലക്ഷ്യമിടുന്നതെന്നും നിർവഹണ ഉദ്യോഗസ്ഥരും മറ്റു ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോഴാണ് പദ്ധതികളുടെ പൂർത്തീകരണം സാധ്യമാകുന്നതെന്നും അഡ്വക്കേറ്റ് AK മുസ്തഫ പറഞ്ഞു. കീഴാറ്റൂർ പഞ്ചായത്തിന് PMKSY പദ്ധതിയിലൂടെ കൂടുതൽ സഹായമെത്തിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 14 കോടി ഉറുപ്പികയുടെ ഒരു പദ്ധതിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതിൽ 12-13 വാർഡുകൾക്ക് കാര്യമായിട്ടുള്ള ഒരു വിഹിതം തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ വർക്കുകളൊക്കെ തന്നെ ആളുകൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ പൂർത്തിയാക്കാൻ നിങ്ങളുടെ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷകരമായ കാര്യം കൂടി ഇവിടെ എല്ലാവരുമായി പങ്കുവെക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ 3ാമത്തെ ഘട്ടമാണ് നമ്മൾ പിന്നിടുന്നത്. ഇനി അടുത്ത ഒരു ഘട്ടത്തിൽ കൂടി കീഴാറ്റൂർ പഞ്ചായത്തിന് കാര്യമായിട്ടുള്ള ഒരു പരിഗണന നൽകാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഫണ്ട് കുറവാണെങ്കിൽ പോലും കീഴാറ്റൂർ പഞ്ചായത്തിന്റെ വിഹിതം നോക്കാതെ ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കുകയും ഫണ്ട് വിനിയോഗിക്കുകയും ചെയ്ത ഒരു പഞ്ചായത്ത് എന്നുള്ള നിലക്ക് അവർക്കൊരു മുൻഗണനയും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു പ്രയോറിറ്റിയും ഇതുവരെയായി നമ്മൾ നൽകിയിട്ടുണ്ട്. 2 വാർഡുകളിലായി നിർമ്മിച്ച തടയണയും കുളവും കൃഷിക്കും കുടിവെള്ള ലഭ്യതയ്ക്കും ഉപയോഗപ്പെടുത്താനാവുമെന്നും അദ്ദേഹം പറഞ്ഞു. കീഴാറ്റൂർ പഞ്ചായത്തിലെ 12ാം വാർഡിൽ PMKSY പദ്ധതിക്ക് കീഴിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 8,35,000 രൂപ ചെലവഴിച്ചാണ് കരുവാൻപാറ തടയണ നിർമ്മിച്ചത്. തടയണ നിർമ്മിച്ചതിലൂടെ മേഖലയിൽ ജലക്ഷാമത്തിന് പരിഹാരമാവുമെന്നും കൃഷിക്ക് ഏറെ ഗുണം ചെയ്യുമെന്നും പാടശേഖര സമിതി സെക്രട്ടറി ഉസ്മാൻ കൊമ്പൻ പറഞ്ഞു. വേനൽക്കാലത്ത് ജലദൗർലഭ്യം മൂലം ഒരുപൂ കൃഷി ചെയ്തിരുന്നത് ഇനി ഇരുപൂ കൃഷി ചെയ്യാൻ തടയണ വന്നതോടെ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ പാടശേഖരത്തെ സംബന്ധിച്ചിടത്തോളം 25ഓളം ഏക്കറുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതിന് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇവിടെ ഒരു താൽക്കാലികമായിട്ടുള്ള കല്ലുകളും മറ്റും ഉപയോഗിച്ച് വെള്ളം ഉയർത്തിക്കൊണ്ടാണ് വെള്ളം പാടത്തേക്ക് തിരിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് മാറ്റം വരുത്തി ഈ നല്ലൊരു VCB പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ PMKSY പദ്ധതി പ്രകാരം ലഭ്യമായതിലൂടെ ഇവിടുത്തെ കർഷകർ വളരെയധികം ആവേശത്തിലാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒറ്റവിള കൃഷി ചെയ്തിരുന്ന ഒരു പ്രദേശമാണ് വെള്ളത്തിന്റെ അപര്യാപ്തത മൂലം. എന്നാൽ ഇത് ഇരുവിള കൃഷിയിലേക്ക്, നെൽകൃഷി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക്, കൃഷിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു ബൃഹത് പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് കീഴാറ്റൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്നും കൃഷിക്കും കുടിവെള്ളത്തിനും സഹായകരമാവുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി പറഞ്ഞു. PMKSY പദ്ധതിയിലൂടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും 1 കോടിയിലധികം രൂപയാണ് അനുവദിച്ച് കിട്ടിയത്. അതിൽ VCB, കുളങ്ങൾ, അങ്ങനെ കർഷകർക്ക് വേണ്ടപ്പെട്ട ഒരുപാട് പദ്ധതികളുടെ
പിന്നെ 2-3 വർഷം കൊണ്ട് ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഏജൻസിയായി നടപ്പാക്കിയ പദ്ധതികൾ നാടിനും കാർഷിക മേഖലയ്ക്കും സഹായകരമാവുന്ന സന്തോഷത്തിലായിരുന്നു 12-13 വാർഡുകളിലെ ജനപ്രതിനിധികൾ. ഈ പദ്ധതിയിൽ വകയിരുത്തിയിട്ടുള്ള വലിയ ഒരു ഭാഗം ഇത്തരം ജലക്ഷാമം നേരിടുന്നതിനുള്ള പദ്ധതികൾക്കാണ് ചെലവഴിച്ചിട്ടുള്ളത്. അത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന നീർത്തട ഘടകം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കീഴാറ്റൂർ പഞ്ചായത്തിലെ 13-ാം വാർഡിൽ ആര്യമ്പാക്ക് കുളം നിർമ്മിച്ചത്. ചുറ്റും സംരക്ഷണ ഭിത്തി കെട്ടി ജലലഭ്യത ഉറപ്പുവരുത്തിയാണ് 5,30,000 രൂപ ചെലവഴിച്ച് കുളം നിർമ്മിച്ചത്. നാടിന്റെ പ്രധാന ജലസ്രോതസ്സായി മാറിയേക്കാവുന്ന ആര്യമ്പാക്ക് കുളം കാർഷിക മേഖലയ്ക്കും പ്രയോജനപ്രദമാണ്. നെൽകൃഷിക്കും പച്ചക്കറി കൃഷിക്കും ഏറെ പ്രയോജനപ്രദമാവുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കുളം മേഖലയിലെ കുടിവെള്ളക്ഷാമത്തിനും പരിഹാരമാവുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. ഏറ്റവും കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തിൽ നമുക്കിതിന് വളരെ നല്ല നിലക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. മറ്റൊന്ന്, അത് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുന്ന കുറേ ആളുകൾ ഈ ഭാഗത്ത് താമസിക്കുന്നുണ്ട്. അവരുടെ കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നം കൂടെ പരിഹരിക്കാൻ ഈ ഒരു സംവിധാനം കൊണ്ട് നമുക്ക് കഴിയണം. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി ഉദ്ഘാടന ചടങ്ങുകളിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് പട്ടിക്കാട്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അയമു, ബ്ലോക്ക് പഞ്ചായത്ത് വനിതാക്ഷേമ നിർവഹണ ഉദ്യോഗസ്ഥനും PMKSY പദ്ധതിയുടെ നിർവഹണ ചുമതലയുള്ള ഓഫീസറുമായ A ഗോപകുമാർ, PMKSY പദ്ധതിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷിജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാബിറ കൊളമ്പിൽ, സലാം മാസ്റ്റർ, പാടശേഖര സമിതി സെക്രട്ടറി ഉസ്മാൻ കൊമ്പൻ, നീർത്തട കമ്മിറ്റി അംഗം K കൃഷ്ണൻ, KV ഹംസപ്പ ഹാജി, വിപിൻ ഭാസ്കർ, KP കുഞ്ഞുമൊയ്തീൻ, KV മുഹമ്മദ് അലി, P മുഹമ്മദ് അലി, ഗുണഭോക്തൃ കമ്മിറ്റി അംഗങ്ങളായ KP ഖാലിദ്, അനീസ് K, അല്ലൂർ മുഹമ്മദ് അലി, K ശിവൻ, P യൂസുഫ്, നീർത്തട സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുത്തു. കാർഷിക സമൃദ്ധിയുടെ ഭൂതകാലം മറന്നു തുടങ്ങിയ പുതിയ തലമുറയ്ക്ക് കാർഷിക സമ്പന്നതയുടെ പുതിയൊരു കാലം സമ്മാനിക്കുകയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിക്കു കീഴിൽ നിർവഹണ ഏജൻസിയായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.